ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വ്യക്തിയുടെ ജീവിതം ക്രിസ്തു സന്ദേശത്തിന്റെ നിലയ്ക്കാത്ത പ്രവാഹമായി തീരുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് വിശുദ്ധ ഗീവർഗീസ് സഹദയുടെ ചരിത്രം. ക്രൈസ്തവ പൈതൃകത്തിലെ ഏറ്റവും പരിശുദ്ധ ജീവിതങ്ങളിൽ ഒന്നാണ് മാർ ഗീവർഗീസ് സഹദയുടേത്. ക്രിസ്തീയ കുടുംബ പശ്ചാത്തലത്തിൽ ഏകദേശം 280 ജെറോന്തിയസിന്റെയും പോളിക്രോണിയുടെയും മകനായി കപ്പദോക്കിയയിലാണ് ഗീവർഗീസിന്റെ ജോർജിന്റെ ജനനം. കർഷകൻ എന്ന അർത്ഥം വരുന്ന ഗെവോർഗോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ വകഭേദങ്ങളാണ് ഗീവർഗീസ്, വർഗീസ്, ജോർജ് എന്നീ പേരുകൾ. റോമൻ സൈന്യത്തിൽ അംഗമായിരുന്ന ജെറോന്തിയസിന്റെ മരണശേഷം 14 വയസ്സ് മുതൽ മാതാവിന്റെ ജന്മസ്ഥലമായ പാലസ്തീനിലാണ് ജോർജ് വളർന്നത്. മാതാവിന്റെ മരണശേഷം ഗീവർഗീസ് തന്റെ പിതാവിനെ പോലെ റോമൻ സൈന്യത്തിന്റെ ഭാഗമായി. വ്യത്യസ്തമായ സ്വഭാവ ശൈലിയും ബുദ്ധികൂർമ്മതയും ആയോധന നൈപുണ്യം ഉണ്ടായിരുന്ന ഗീവർഗീസ് ഡയക്ലീഷ്യൻ രാജാവിന്റെ റോമ സാമ്രാജ്യ ഭരണകാലത്തെ പട്ടാള മേധാവി എന്ന നിലയിൽ ധാരാളം ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു. എന്നാൽ തന്റെ മുമ്പാകെ മരണഭയമില്ലാതെ ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ് വീരചരമം പ്രാപിക്കുന്ന ക്രിസ്ത്യാനികളുടെ വിശ്വാസ ധീരത ഗീവർഗീസിനെ അത്ഭുതപ്പെടുത്തി. കഠിനമായ പാപബോധമുണ്ടായ അദ്ദേഹം പട്ടാള ഉദ്യോഗം രാജിവെക്കുകയും തുടർന്ന് ക്രിസ്ത്യാനികളുടെ ഉദ്ധാരകനായി മാറുകയും ചെയ്തു. ഗീവർഗീസിന്റെ മാനസാന്തരത്തിൽ കോപിഷ്ഠനായ ഡയക്ലീഷ്യൻ ചക്രവർത്തി അദ്ദേഹത്തിന്റെ ശരീരം ഇരുമ്പ് ചീപ്പ് കൊണ്ട് ചീകി മുറിക്കുവാൻ ഉത്തരവിട്ടു. എന്നാൽ കർത്താവിന്റെ മാലാഖ ഗീവർഗീസിനെ കുഴിയിൽ നിന്ന് കരയേറ്റി ക്രിസ്ത്യാനികളുടെ സംരക്ഷകനാക്കി. ഗീവർഗീസിന്റെ സാക്ഷ്യം മൂലം അനേകം ആളുകൾ ക്രിസ്ത്യാനികളായി മാറി. ഇക്കൂട്ടത്തിൽ ഡയക്ലീഷ്യൻ രാജാവിന്റെ സഹധർമ്മിണി അലക്സാന്ദ്ര രാജ്ഞിയും ഉൾപ്പെടുന്നു. ഇതിൽ അസ്വസ്ഥനായ ഡയക്ലീഷ്യൻ തന്റെ ഭാര്യയുടെ ശിരസ് ഛേദിക്കുകയും അതേ രീതിയിൽ തന്നെ ഗീവർഗീസിനെ വധിക്കുവാൻ ഉത്തരവിടുകയും ചെയ്തു. ഈ വിധി കേട്ട് ഗീവർഗീസ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവിക പ്രകാശത്തിൽ നിറഞ്ഞ് ദൈവവുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ AD 303 മേടമാസം 23-ാം തീയതി നിക്കോമേഡിയ എന്ന പട്ടണത്തിന്റെ പുറമതിലിന് മുമ്പിൽ വെച്ച് അദ്ദേഹത്തിന്റെ ശിരച്ഛേദം നടത്തി. കുരിശ് വരച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാകുകയും മഹത്വീകരണത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹത്തിന്റെ പരിചാരകന്മാർ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അദ്ദേഹം വളർന്നു വന്ന മാതാവിന്റെ ജന്മസ്ഥലമായ പാലസ്തീനിലെ ലിദ എന്ന പട്ടണത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെയുള്ള ഒരു ദേവാലയത്തിൽ സംസ്കരിക്കുകയും ചെയ്തു. സർപ്പനിഗ്രഹകൻ എന്ന നിലയിൽ ഗീവർഗീസ് സഹദ അറിയപ്പെടുന്നു. വിശുദ്ധ ഗീവർഗീസ് സഹദയെ സർപ്പനിഗ്രഹകൻ എന്ന് വിളിക്കുന്നതിന്റെ പിന്നിൽ ഒരു സംഭവമുണ്ട്. എന്തെന്നറിയണ്ടേ? AD 285 റോമ സാമ്രാജ്യത്തിൽപ്പെട്ട ലിബിയ പ്രദേശത്ത് ബിലേന എന്ന സ്ഥലത്ത് വിഷവായു ഉച്ഛ്വസിക്കുകയും മനുഷ്യനെയും മൃഗങ്ങളെയും ഉടലോടെ ഭക്ഷിക്കുകയും ചെയ്യുന്ന ഒരു മഹാസർപ്പം വന്നുകൂടി. ഭയചകിതരായ ദേശവാസികൾ മനുഷ്യവർഗം ഒന്നടങ്കം നശിച്ചു പോകാതിരിക്കത്തക്കവണ്ണം സർപ്പത്തിന് ആവശ്യമായ ഭക്ഷണമായി കന്യകമാരെ ദിനം പ്രതി നൽകി വന്നു. അപ്രകാരം മുറയനുസരിച്ച് സർപ്പത്തിന് ഭക്ഷണമാകുവാൻ വിധിക്കപ്പെട്ട പട്ടണ മേധാവിയുടെ പുത്രിയായ കന്യക മനമൊരുക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മ പ്രേരിതനായി അവിടെ എത്തിയ ഗീവർഗീസ് സഹദ സർപ്പവുമായി ഏറ്റുമുട്ടി കുതിരപ്പുറത്തിരുന്നു കൊണ്ട് തന്റെ കയ്യിലിരുന്ന കുന്തം സർപ്പത്തിന്റെ വായിൽ കുത്തിക്കയറ്റി അതിനെ കൊന്നു. സർപ്പത്തിൽ നിന്നും രക്ഷപ്പെട്ട പ്രഭുകുമാരി ഹെലനി എന്ന നാമം സ്വീകരിച്ചുകൊണ്ട് ക്രിസ്ത്യാനിയായി. പിന്നീട് ക്രിസ്തു മതത്തിന്റെ സംരക്ഷകനായി മാറിയ കുസ്തന്തീനോസ് ചക്രവർത്തിയുടെ അമ്മയും യെരുശലേമിലേക്ക് പോയി കർത്താവിന്റെ കുരിശ് കണ്ടെടുത്തതുമായ ഹെലനി രാജ്ഞി ഈ പ്രഭുകുമാരിയാണെന്ന് പറയപ്പെടുന്നു. കണ്ണുനീരന്റെ ഉപ്പരിഞ്ഞ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുമ്പോൾ അവ ദുഷ്ടശക്തികൾക്ക് കനൽക്കട്ടകളായി മാറുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവം. അങ്ങനെ വിശുദ്ധ ഗീവർഗീസിന്റെ മധ്യസ്ഥതയിൽ നാഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുമെന്നത് ക്രൈസ്തവരുടെ ഇടയിലെ പുരാതന പാരമ്പര്യമാണ്. പൗരസ്ത്യ പാശ്ചാത്യ ക്രൈസ്തവ സഭകൾ ഒരുപോലെ അദ്ദേഹത്തെ വിശുദ്ധനും മധ്യസ്ഥനുമായി സ്വീകരിച്ചു. യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിലും അമേരിക്കയിലും ഭാരതത്തിലും പേർഷ്യൻ രാജ്യങ്ങളിലും സ്ഥാപിതമായിരിക്കുന്ന വിവിധ ക്രൈസ്തവ ദേവാലയങ്ങൾ പരിശോധിച്ചാൽ ജനങ്ങളുടെ ഹൃദയത്തിൽ ഗീവർഗീസ് സഹദയ്ക്ക് ലഭിച്ചിരിക്കുന്ന അതുല്യമായ സ്ഥാനം എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി പട്ടാള ഉദ്യോഗം ദൂരെ തെരഞ്ഞ് രക്തസാക്ഷി മരണം വരിച്ച വീരമൂർത്തി എന്നതിലുപരി ആപൽഘട്ടങ്ങളിൽ സഹായ അഭ്യർത്ഥനയുമായി എത്തുന്ന വിശ്വാസികളെ ഒരിക്കലും തള്ളിക്കളയാത്ത സഹദയാണ് അദ്ദേഹം എന്ന ഉറച്ച വിശ്വാസമാണ് ഈ അതുല്യതയ്ക്ക് കാരണം. വെളിപാട് പുസ്തകത്തിൽ ഇപ്രകാരം ഒരു പരാമർശമുണ്ട്: ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ സഹദേന്മാരെ ഞാൻ യാഗപീഠത്തിൽ കണ്ടു. അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവർക്ക് വെള്ള നിലയെങ്കിൽ ലഭിക്കുകയും ദൈവം അവരോട് സംസാരിക്കുകയും ചെയ്തത് ഞാൻ ദർശിച്ചു. വെളിപാട് പുസ്തകം 6-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ക്രൈസ്തവ സഭ ഗീവർഗീസ് സഹദയെ ആദരിക്കുന്നതിന്റെയും മധ്യസ്ഥത തേടുന്നതിന്റെയും കാരണം ഇവിടെ സുവ്യക്തമാണ്. കേരളീയർക്ക് ഗീവർഗീസ് സഹദയോട് പ്രത്യേകമായ ഒരു ആത്മബന്ധമാണുള്ളത്.
മഹോന്നതനായ രക്തസാക്ഷി, സർപ്പനിഗ്രഹൻ, പുണ്യാളച്ചൻ എന്നിങ്ങനെ വിവിധ വിശേഷണങ്ങളാൽ നാനാജാതി മതസ്ഥരുടെ മധ്യസ്ഥനായി നിലകൊള്ളുന്ന വിശുദ്ധനാണ് അദ്ദേഹം. ഇന്ന് മലങ്കരയിലെ എല്ലാ ദേവാലയങ്ങളിലും സഹതയുടെ പെരുന്നാൾ ഭക്തി നിറപരമായി നാനാജാതി മതസ്ഥരായ ആളുകൾ നെഞ്ചോട് ചേർക്കുന്നു. ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക എന്ന് വിശുദ്ധ പൗലോസ്ലീഹ അരുമ ശിഷ്യൻ തിമോത്തിയോസിന് നൽകുന്ന ആഹ്വാനം അക്ഷരാർത്ഥത്തിൽ ജീവിതശൈലിയാക്കി തീർത്ത മഹാപരിശുദ്ധനാണ് ഗീവർഗീസ് സഹദ. അദ്ദേഹത്തിന്റെ സാക്ഷ്യ ജീവിതം, പ്രാർത്ഥന, വിശ്വാസ തീക്ഷ്ണത, സഹിഷ്ണുത, ആത്മധൈര്യം എന്നിവ നമ്മിൽ രൂഢമൂലമാക്കുമ്പോൾ തിന്മയോട് ശക്തിയുക്തം പോരാടി സാമൂഹ്യ പ്രതിബദ്ധത നിലനിർത്തുവാൻ നമുക്ക് സാധിക്കുമെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധനായ ഗീവർഗീസ് സഹദയുടെ മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയും ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി.